കുമ്പളേരിയിൽ ആണ് എൻ്റെ വീട്. താന്നിക്കൽ മത്തായി ആണ് എൻ്റെ പേര്. ഞങ്ങൾ കുറച്ച് നാളായി വീട് പണിയുന്ന ആഗ്രഹത്തിൽ അങ്ങനെ വീട് പണിയാൻ വേണ്ടി ഹബിക്കോനെ ഏർപ്പാട് ചെയ്ത് അവർ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളെല്ലാം നിർവഹിച്ചു തന്നു. പറഞ്ഞത് പ്രത്യേകിച്ച് നമ്മൾ ഒരു വലിയ ഹാളായിരിക്കണം, പിന്നെ അതൊരു അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് എല്ലാം വേണം. മോഡല് ഒരു 10 വർഷത്തേക്ക് മോഡല് മുന്നോട്ട് കണ്ടിട്ടുള്ള ഒരു മോഡൽ വേണം ഞങ്ങൾക്ക്. മക്കളുടെയൊക്കെ അഭിപ്രായം അനുസരിച്ച് അവരുടെ പ്ലാനിലൊക്കെ എല്ലാം കൂടെ ഒരു അവറേജ് അനുസരിച്ചാണ് വീടിൻ്റെ പ്ലാൻ എല്ലാം തയ്യാറാക്കി അവർ വീട് പണിത് തന്നിരിക്കുന്നത്. വർക്ക് ഞങ്ങൾ ഒരു വർഷത്തെ കാലാവധി വെച്ചിട്ടാണ് വർക്ക് ചെയ്തത്. പക്ഷേ ആ ഒരു വർഷം കൊണ്ട് തന്നെ പണിയെല്ലാം ഏകദേശം തീർന്നു. ഒരു വർഷമാണ് ഗ്യാരണ്ടി ടൈം പറഞ്ഞിരിക്കുക. ടൈമിൽ തന്നെ പണി തീർന്നു ഏകദേശം. ഞങ്ങൾ തിരഞ്ഞെടുത്തത് കണ്ടംപററി സ്റ്റൈലാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചത്. പിന്നെ എന്തെങ്കിലും വ്യത്യാസം വരുത്തിക്കൊണ്ട് ഒരു മോഡലായിട്ടാണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്തത്. ഞങ്ങൾ ചിന്തിച്ചിരുന്നു വെച്ചാൽ ഞങ്ങൾക്ക് സൗകര്യങ്ങൾ വേണം. മെയിനായിട്ട് ഹാളിൻ്റെ ഉദ്ദേശമാണ്. ഹാൾ എല്ലാവരും കുറേ ആളുകൾ വന്നു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ബന്ധുമിത്രാദികളെല്ലാം വന്നു കഴിഞ്ഞാൽ അതൊന്നിച്ചിരിക്കാനും ഒരു സൗകര്യം പ്രത്യേകിച്ച് വേണം. അതാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചത്. പിന്നെ റൂം അത്യാവശ്യം ബെഡ്റൂമുകളെല്ലാം അത്യാവശ്യം വലിപ്പം വേണം. മക്കളായിട്ട് ആലോചിച്ച് ഞങ്ങൾ തീരുമാനിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഒരു മോഡൽ ഇവിടെ ഒന്നും കാണാത്ത രീതിയിലുള്ള ഒരു പുതിയ മോഡൽ വീട് സജസ്റ്റ് ചെയ്യണം. അതിൻ്റെ പ്ലാൻ എങ്ങനെ ഏത് രീതിയിൽ തയ്യാറാക്കാവുന്ന ആ രീതിയിൽ തയ്യാറാക്കി അത്യാവശ്യം നല്ല സൗകര്യത്തോടു കൂടി തന്നെ വീട് പൂർത്തീകരിക്കണം എന്നാണ് ഞങ്ങൾ അവരോട് അഭിപ്രായപ്പെട്ടത്. അതനുസരിച്ച് അവർ പണി സമയത്ത് തന്നെ പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. അതിൽ ഞങ്ങൾ സന്തോഷത്തിലാണ്. ഈ വീട് പണിതിൽ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ടത് ഒരു ഹാളിൻ്റെ കാര്യത്തിലാണ്. ഹാള് എന്ന് വെച്ചാൽ നല്ല വിസ്താരമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഡബിൾ ഹൈറ്റിലാണ് ഹാള് വന്നിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം എല്ലാ ഭാഗത്തു നിന്നും വെളിച്ചം ഈ പെരയ്ക്ക് അകത്തേക്ക് കയറാനുള്ള ഒരു സൗകര്യം ഈ പണിയിൽ വന്നിട്ടുണ്ട്. ഹൈറ്റും അതുപോലെ വായു സഞ്ചാരം എല്ലാം നമുക്ക് വളരെ കൃത്യമായിട്ട് ഇതിൽ വരുന്നുണ്ട്. ഞങ്ങൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ തന്നെ ഞങ്ങൾ ഇവർ പണിത കുറച്ച് വീടുകൾ ഞങ്ങൾ പോയി കണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. അവർ പാർട്ടിയായിട്ട് ഞങ്ങൾ ആലോചിച്ചു എങ്ങനെയൊക്കെയാണ് ഇവർ വീട് പണിത് തീർത്തത്, എങ്ങനെയൊക്കെ അവരോട് സംസാരിച്ചു. അതിനുശേഷം ഞങ്ങൾ ആലോചിച്ചു അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം സംസാരിച്ചു. എഗ്രിമെൻറ്റ് വെച്ചു. ഓരോ സ്ട്രക്ചർ തീരുന്നതനുസരിച്ച് ആദ്യം പേയ്മെൻറ്റ് അവർ കൊടുത്തു. അത് കറക്റ്റായിട്ട് എല്ലാ സമയത്തും ആ പൈസ നമ്മൾ അവർക്ക് കൊടുത്തു. അവർ ഏകദേശം സമയത്ത് തന്നെ പണി തരുകയും ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേജിൽ തറ തീർന്നു കഴിഞ്ഞപ്പോൾ തറയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇത്ര രൂപ കൊടുക്കണം എന്നുള്ളൊരു എഗ്രിമെൻറ്റ് വെച്ചു. ആ എഗ്രിമെൻറ്റ് പ്രകാരം അടുത്ത സ്ട്രക്ചർ ഭിത്തി കെട്ടാൻ തുടങ്ങിയപ്പോൾ ഇത്ര രൂപ അഡ്വാൻസ് വേണമെന്ന് പറഞ്ഞു. അത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ലിൻഡിൽ വാർക്കുമ്പോൾ ഒരു സ്റ്റേജ്, പിന്നെ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഒരു സ്റ്റേജ്, പിന്നെ തേപ്പിൻ്റെ ഒരു സ്റ്റേജ്, അങ്ങനെ പല പല സ്റ്റേജുകളായിട്ട് അവർക്ക് അഡ്വാൻസ് ആയിട്ട് പൈസ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. ആ സമയത്ത് തന്നെ അവർ ഓരോ സ്ട്രക്ചർ തീരുമ്പോഴത്തേക്ക് അതിൻ്റെ അടുത്ത ഇതിലേക്കുള്ള പൈസ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. നമ്മൾ എഗ്രിമെൻറ്റ് പറഞ്ഞ അതേ സാധനങ്ങൾ തന്നെയാണ്, ആ കമ്പനിയുടെ സാധനങ്ങൾ തന്നെയാണ് ഇവർ പ്രിഫർ ചെയ്ത സാധനങ്ങൾ അത് തന്നെയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ആ സാധനങ്ങൾ വെച്ചിട്ടാണ് സിമെൻ്റ് ആയാലും കമ്പി ആയാലും എല്ലാ സാധനങ്ങളും ആ കമ്പനി സാധനങ്ങൾ മാത്രമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. എല്ലാ കമ്പനി എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന ആ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്.